നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ പരിചയമുള്ള മുഖങ്ങളിലൊന്നാണ് അവതാരകയായ പൂജ കൃഷ്ണയുടേത്. സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി അഭിമുഖങ്ങളാണ് പൂജയെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ പ്രശസ്തയാക്കിയത്. അതിഥികളോട് എപ്പോഴും പോസിറ്റീവായും ഊർജത്തോടെയും സംസാരിക്കാറുള്ള പൂജ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രിയായി ഹൗസിൽ കയറിക്കഴിഞ്ഞു. അവതാരകയായാണ് തന്നെ മിക്കവരും അറിയുന്നതെങ്കിലും ഒരു നടിയും നർത്തകിയും കൂടിയാണ് താനെന്ന് പൂജ സ്വയം പരിചയപ്പെടുത്തി മറ്റുള്ള മത്സരാർത്ഥികളോടായി പറഞ്ഞിരുന്നു. പൂജയ്ക്കൊപ്പം സീക്രട്ട് ഏജന്റ് അടക്കം 5 പേർ കൂടി ഹൗസിലേക്ക് കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ പൂജയിൽ വലിയ പ്രതീക്ഷയൊന്നും പ്രേക്ഷകർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് മികച്ച പ്രകടനം തന്നെയാണ് ഹൗസിൽ പൂജ കാഴ്ചവെക്കുന്നത്. ആദ്യം നന്ദനയുമായി വാക്കുതർക്കമുണ്ടായപ്പോൾ തന്റെ ഭാഗം കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാനും എതിർത്ത് നിൽക്കാനും പൂജയ്ക്ക് സാധിച്ചു. പൂജയ്ക്കുള്ളിലും ഒരു മികച്ച ഗെയിമർ ഉണ്ടെന്ന പ്രേക്ഷകർ തന്നെ സമ്മതിക്കുന്ന മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നു. പവർ ടീം അധികാരം ഉപയോഗിച്ച് കത്തിക്കയറിയ ഗബ്രിയെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ പൂജ അടിച്ചിരുത്തി. ഹൗസിലെ പാത്രങ്ങളെല്ലാം കഴുകുന്നത് ഓരോ ആഴ്ചയും ഓരോ ടീമുകളാണ്. അതിൽ അവനവൻ കഴിച്ച പാത്രങ്ങൾ പോലും സ്വന്തമായി കഴുകാതെ അതും വെസൽ ടീമിനെ ഏൽപ്പിക്കുന്നതിനെതിരെയാണ് പൂജ ചോദ്യം ചെയ്തത്. പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട സംസാരിക്കവേ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കഴിച്ച പാത്രം മറ്റൊരാളെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് എങ്ങനെയാണ് റെസ്പെക്റ്റിന്റെ ഭാഗമാകുന്നത് എന്നാണ് ഗബ്രി അടക്കമുള്ള പവർ ടീമിനോട് പൂജ ചോദിക്കുന്നത്. അതിനാദ്യം മറുപടി നൽകിയത് ഗബ്രി തന്നെയായിരുന്നു. പാത്രം കഴുകുക എന്നത് റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. കാരണം പാത്രം കഴുകുക എന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ലെന്നാണ് ഗബ്രി മറുപടിയായി പറഞ്ഞത്. അതിന് പൂജ ഒരു മറുചോദ്യമാണ് ചോദിച്ചത്. നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ തന്നെയല്ലേ കഴുകുന്നത്? അതുപോലെ നമ്മൾ കഴിക്കുന്ന പാത്രം നമ്മൾ കഴുകുക എന്നുള്ളത് ബേസിക്കായി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് പാത്രം കഴുകാൻ പറയുന്നത് എന്ന് പറയുന്നതിലെ ലോജിക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് പൂജ പറഞ്ഞത്. സംഭവം കയ്യിൽ നിന്നും പോയേക്കുമെന്ന് മനസ്സിലായതോടെ ഗബ്രിയെ സംസാരിക്കാൻ വിടാതെ ഉടൻ തന്നെ അപ്സര കയറി ഇടപെട്ടു. പൂജ, നമ്മൾ പവർ ടീമാണ്, അതുകൊണ്ട് ഞങ്ങളുടേത് ഓർഡറാണ് പാത്രം കഴുകുക എന്നതായിരുന്നു അപ്സരയുടെ മറുപടി. ഓർഡർ ആണെങ്കിൽ അങ്ങനെ പറയണം, അല്ലാതെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുവെന്നൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് പൂജ മറുപടിയായി അപ്സരയോട് പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ഹൗസിലെ അംഗങ്ങൾ അവരവർ കഴിച്ച പാത്രം പോലും ആരും സ്വന്തമായി കഴുകാറില്ലേ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്. ഹോട്ടൽ ജോലിക്കാർ മാത്രം പാത്രം കഴുകും, അല്ലാതെ അവനവൻ കഴിച്ചത് അവനവൻ കഴുകുക ഏത് പവർ ടീം ആയാലും? പൂജയുടെ ചോദ്യം കലക്കി. പൂജ ഇതുപോലെ പോയാൽ കപ്പ് ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയെല്ലാമാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.